എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സൻ്റെ പ്രിൻ്ററായ എപ്സൺ L210 എന്ന മോഡലിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L210 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ള സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ epson.co.in എന്ന ഇന്ത്യയുടെ ഒഫീഷ്യൽ എപ്സൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്ത് വെക്കരുത്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു സോഫ്റ്റ്വെയർ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാനം ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ. അപ്പം മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ നമ്മുടെ ഓപ്പറേഷൻ സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ ലിസ്റ്റിലൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. Windows 10 64-bit എന്ന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ വെർഷൻ ഏതാണെന്നുള്ളത് അതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കും. എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ വെബ്സൈറ്റ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അതിനുശേഷം ഈ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, സ്കാനർ ഡ്രൈവർ ഉണ്ടാവും, പ്രിൻ്റർ ഡ്രൈവർ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് പ്രിൻ്റർ ഡ്രൈവറാണ്. അത് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ് കാണാൻ സാധിക്കും. അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. യെസ്, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ ഫയൽ ഓപ്പൺ ആയി വരും, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിംഗ് നടക്കുന്നതാണ്. വെയിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എക്സ്ട്രാക്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരും. അവിടെ ജസ്റ്റ് ഈ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതേപോലെ ലാംഗ്വേജ് ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എഗ്രി എന്നുള്ളത് ടിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു, വെയിറ്റ് ചെയ്യണം. യെസ്, കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB വഴി കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കണക്ഷൻ കൊടുക്കുക. അങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പോർട്ട് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി എന്നുള്ളത് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൺട്രോൾ പാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതായത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അവിടെ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്താൽ മുകളിൽ നമുക്ക് കൺട്രോൾ പാനൽ കാണിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ കുറേ ലിസ്റ്റുകൾ കാണിക്കും. ഞാൻ പല പ്രിൻ്ററും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കുറേ ലിസ്റ്റ് കാണിക്കും. നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ L210 സീരീസ് എന്നാണ് ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ചെറിയൊരു വാണിംഗ് ലൈറ്റ് ഉണ്ട്, അതൊന്നും കാര്യമാക്കേണ്ട. അത് സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ റൈറ്റ് ബട്ടൺ നോക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു കമാൻഡ് പ്രിൻ്ററിലേക്ക് പോകും. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും, പ്രിൻ്റ് ടെസ്റ്റ് പേജ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.